സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും. ടയറുകളുടെ കാറ്റ് പോകും. പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം വഴിയരികിൽ. ഈ കാഴ്ചയും കഥകളും മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 70-ലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട്. അതാണ് സുമതി വളവ്. ഹലോ ഫ്രണ്ട്സ്, JV വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുമതി വളവെന്ന പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത തോന്നും. ഈ പേരെങ്ങനെ വന്നു? ഈ പേരിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് എത്ര പേർക്കറിയാം? 1953 ജനുവരി 27 നടന്ന സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്കറിയില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയിടാം. ഈ യഥാർത്ഥ സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. തിരുവനന്തപുരം പാലോടിനടുത്ത് മൈലമൂടെന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ്. പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ട്. മുന്നോട്ട് പോകുന്തോറും കാടിൻ്റെ ഭാവം മാറുന്നു. ഒരു കൊടും വളവിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണുടുക്കും. ഇതാണ് സുമതി വളവ്. വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി. ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി. ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ട് ചിന്തിച്ചത്. ആ അടുപ്പം വളർന്നു. വിവാഹം ചെയ്യാമെന്ന രത്നാകരൻ്റെ ഉറപ്പിൻ്റെ പേരിൽ സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരൻ്റെ ഭാവം മാറി. വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായ അയാൾ. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആര്യങ്കുല നടക്കുന്നത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണി. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു. ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു. വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി. എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി. അലറി വിളിച്ച് അവൾ ഓടി. ഉൾക്കാട്ടിൽ ആരാണ് അത് കേൾക്കാനുള്ളത്? കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചയച്ച് അവർ നടന്നു. പക്ഷെ രത്നാകരനും സുഹൃത്തിനും ഒരബദ്ധം പറ്റി. കാടെന്ന് ധരിച്ച് അവർ ആ ഇസ്വളവിൻ്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത്. അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തിയിറക്കി. ഒരിക്കലും ശല്യമാകില്ലെന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി. ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ ഒരു മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികളായ കാണിക്കാർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത്. അന്നത്തെ കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു. കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറങ്ങെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല. വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നും കാടുമൂടിയ ഗർത്തത്തിൽ നിന്നും ഭീകര ശബ്ദങ്ങൾ ഉയർന്നതായും പലരും പറയപ്പെടും. കഥകൾ കാട്ടുതീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൽ പോലും
ഈ വഴി കടന്നു പോകാൻ ആളുകൾ മടിച്ചു. 70 വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ ഭീകരത മാറിയിട്ടില്ല. കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇവിടെ കാണാനെത്തുന്നു. അസാധാരണമായ സംഭവങ്ങൾ അനുഭവിച്ചതായി അവകാശപ്പെടുന്നവരുമുണ്ട്. അതുപോലെ തന്നെ അല്പം കൂടി വിരുതുള്ള ചില നാട്ടുകാർ സാരി ഉടുത്ത ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ആൾപ്രേതങ്ങൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കൊടും വളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവില്ലെന്നതാണ് ശ്രദ്ധേയം. സാഹസികത ഇഷ്ടമുള്ളവർക്ക് ബക്കറ്റ് ലിസ്റ്റിലേക്ക് ചേർക്കാവുന്ന ഒരിടം. എങ്കിലും ഈ റോഡിലേക്ക് കാഴ്ചകൾ തേടിപ്പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയതെന്ന സത്യം നമ്മൾ അറിയണം. യാത്രകൾ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും.